ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തെരുവുനായ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി. പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കാൻ നിർദ്ദേശം. നെല്ല് സംഭരണത്തിൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി GR അനിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം നാളെ സൌരാഷ്ട്രയെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഭാരതമാതാവിനോടുള്ള ആരാധനയും ആദരവും സ്ഫുരിക്കുന്ന വന്ദേ മാതരം വാക്കുകൾക്ക് അതീതമായ അനുഭവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കത് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നതായും കാലത്തിന് അതീതമായ ഗീതമാണ് വന്ദേ മാതരമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. वंदे 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 मातरम एक शब्द, एक मंत्र है, एक ऊर्जा है, एक स्वप्न है, एक संकल्प है. मैं देश के लक्षावधि महापुरुषों को, मां भारती के संतानों को वंदे मातरम इस मंत्र के लिए जीवन खपाने के लिए आज श्रद्धा पूर्वक नमन करता हूं और देशवासियों को इस अवसर पर बहुत बहुत बधाई देता हूं. सस्य श्यामला मातरम वंदे मातरम. സ്മരണിക സ്റ്റാമ്പും നാണയവും ചടങ്ങിൽ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി വന്ദേമാതരം 150.in പോർട്ടലിനും തുടക്കം കുറിച്ചു. രാജ്യമെമ്പാടും നടന്ന ആഘോഷ പരിപാടികളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ദേമാതരം ആലപിച്ചു. വിഖ്യാത ബംഗാളി കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 നവംബർ 7-നാണ് വന്ദേമാതരം രചിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ ഗീതം ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായി മാറുകയായിരുന്നു. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത്. സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ആകാശവാണി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വന്ദേമാതരം ആലപിച്ചു. എറണാകുളം ബംഗളൂരു ഉൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ യാത്രാസമയം 2 മണിക്കൂറിലേറെ ലാഭിക്കാനാകും. നാളെ രാവിലെ 8-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഉദ്ഘാടന സർവീസ് വൈകുന്നേരം 5:50-ന് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. 8 കോച്ചുകളാണ് ട്രെയിനിലുള്ളത്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. കേരളത്തിന് അനുവദിച്ച 3ാമത്തെയും കേരളത്തെയും തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെയും വന്ദേ ഭാരത് സർവീസാണിത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ തെരുവുനായ്ക്കൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത്തരം ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവുനായ്ക്കളെ ബന്ധ്യംകരിച്ച് ഷെൽട്ടർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. പിടികൂടിയ സ്ഥലത്ത് തന്നെ അവയെ വീണ്ടും തുറന്ന് വിടരുതെന്നും പരമോന്നത കോടതി ഉത്തരവിട്ടു. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ കന്നുകാലികൾ അടക്കം അലഞ്ഞു തിരിയുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തു വച്ചിരിക്കുന്ന നെല്ല് വരുന്ന ചൊവ്വാഴ്ച മുതൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് സംഭരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി GR അനിൽ. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥരുമായും കർഷകരുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഭരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ നിരവധി മില്ലുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ പ്രയാസം ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചത്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് ഈ മാസം 17 മുതൽ വീണ്ടും അവസരം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 6 ലക്ഷത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹരായവർക്ക് തരം മാറ്റി നൽകിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു.
കേരളത്തിനുള്ള എയിംസ് മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാനാകില്ലെന്നും എയിംസ് ഓരോ സംസ്ഥാനത്തിന്റെയും അവകാശമാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചിലർ മറിച്ച് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം തൃശൂരിൽ വ്യക്തമാക്കി. സെൻട്രൽ ഫോറൻസിക് ലാബ് തൃശൂരിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും അനുമതി വാങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ടുനൽകാതെ പദ്ധതി വൈകിപ്പിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് കോടഞ്ചേരി മുണ്ടൂരിലെ ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മൃഗസംരക്ഷണ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി. 30ഓളം പന്നികളാണ് ഇവിടെ രോഗം ബാധിച്ച് ചത്തത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറഞ്ഞു. മലപ്പുറം വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ചിലെ മരുത ഭാഗത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിക്കും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള വഴിക്കടവ്, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, മുത്തേടം ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിൽ പന്നികളെ വിപണനം നടത്തുന്നതിനും കൊണ്ടുപോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ രക്ഷിത പദ്ധതിയുമായി കേരള പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിന് പിന്നാലെയാണ് നടപടി. മദ്യലഹരിയിലുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി ആൽക്കോമീറ്റർ പരിശോധന വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രാ ട്രെയിനുകളിലും മയക്കുമരുന്നുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഹവാല പണവും കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ആകാശവാണി സംഗീത സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന പരിപാടി വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വൈകുന്നേരം 5:45 ആരംഭിക്കും. പത്മശ്രീ K. ഓമനക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ കുടമാളൂർ മുരളീധരമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, NJ നന്ദിനിയുടെ സംഗീത കച്ചേരി, അജിത് G. കൃഷ്ണൻ, SR ശ്രീകുട്ടി എന്നിവരുടെ ലളിതഗാനങ്ങൾ എന്നിവ അരങ്ങേറും. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 24 നഗരങ്ങളിലാണ് സംഗീത സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഇനി മുതൽ ബഗ്ഗി കാറുകളും നടന്നും അണക്കെട്ടുകളിൽ സന്ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി തുറന്നുകൊടുത്ത ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ പ്രതിദിനം 3700 പേർക്കാണ് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഓൺലൈൻ വഴിയും ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റുകൾ ലഭിക്കും. മണിക്കൂറിൽ 500 പേർക്ക് വീതം നടന്നും ഒരു ദിവസം 1200 പേർക്ക് ബഗ്ഗി കാറുകളിലുമാണ് പ്രവേശനം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് 30 രൂപയും തുടർന്നുള്ളവർക്ക് 50 രൂപയുമാണ് നടന്നു കാണുന്നതിന് നിരക്ക്. വനം വകുപ്പ് നടത്തിവരുന്ന ബോട്ട് സവാരി തുടരുമെങ്കിലും മുൻകാലത്തെ പോലെ വൈദ്യുതി വകുപ്പിന്റെ ബോട്ട് സർവീസ് നടത്തില്ല. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ക്യാമറകളൊന്നും തന്നെ ഡാമിൽ അനുവദനീയമല്ല. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം നാളെ സൗരാഷ്ട്രയെ നേരിടും. തിരുവനന്തപുരം മംഗലാപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകയോട് ഇന്നിംഗ്സ് തോൽവി വഴങ്ങിയ കേരളത്തെ സംബന്ധിച്ച് നാളത്തെ മത്സരം നിർണായകമാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 1ാം സ്ഥാനത്തിനായി ഇന്ന് കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FCയും തമ്മിൽ വാശിയേറിയ പോരാട്ടം. കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ വാരിയേഴ്സ് FCയും തൃശൂർ മാജിക് FCയുമാണ് വിജയത്തിനായുള്ള പോരാട്ടം കാഴ്ചവെക്കുക. നിലവിൽ 4 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായാണ് കണ്ണൂർ വാരിയേഴ്സ് FC മത്സരത്തിനിറങ്ങുക. തോൽവി അറിയാതെ 2 ജയവും 2 സമനിലയുമായാണ് വാരിയേഴ്സ് പോരാടാനായി എത്തിയിരിക്കുന്നത്. 3 ജയവും 1 തോൽവിയുമായി 9 പോയിന്റ് നേടിക്കൊണ്ടാണ് തൃശൂർ മാജിക് FC ഇന്ന് കളത്തിലിറങ്ങുന്നത്. തൂവെള്ള വെളിച്ചത്തിൽ കാഴ്ചക്കാരെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്ന കനത്ത പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക എന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തെരുവുനായ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി. പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കാൻ നിർദ്ദേശം. നെല്ല് സംഭരണത്തിൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി GR അനിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം നാളെ സൗരാഷ്ട്രയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.